തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഒരു ശില്പകലാ അത്ഭുതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൗതുകവും ഭക്തിയും കൂടിക്കലരുന്നിടമാണ് ആറന്മുള ക്ഷേത്രം. ഇവിടുത്തെ ബലിക്കൽപ്പുരയിൽ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു വ്യാളിമുഖം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വ്യാളിയുടെ വായിൽ ഒരു ഉരുളൻ കല്ലുണ്ട്. അത് ഉരുട്ടി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ആഗ്രഹ സാഫല്യമേകുമെന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊത്തിയുണ്ടാക്കിയ ഈ വിശ്വരൂപം വിശ്വകർമ്മജൻ രഹസ്യവിദ്യകളോടെയാണ് പണിതെടുത്തിരിക്കുന്നത്. ഉളി അതിവിദഗ്ധമായി അതിൻ്റെ കണ്ടഭാഗത്തേക്കിട്ടിട്ടാണ് പുറത്തേക്കെടുക്കാൻ പറ്റാത്ത വിധം ആ ഉരുളൻ കല്ല് പണിതിരിക്കുന്നത്. പെയ്തൊഴിഞ്ഞ മഴയിലും മകരച്ചൂടിലും പമ്പയാറിലെ ഓളങ്ങൾക്ക് വഞ്ചിപ്പാട്ടിൻ്റെ താളമാണ്. പള്ളിയോടങ്ങളുടെ വരവിനായി കാത്തു നിൽക്കുന്ന കടവ്. പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം വള്ളം കളിക്കും വള്ളസദ്യയ്ക്കും പേരു കേട്ടതാണ്. കുറുകുന്ന അമ്പലപ്രാവുകൾ പറന്നുയരുന്നത് പോലും വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിലാണോ എന്ന സംശയം ഇവിടെ എത്തുമ്പോൾ തോന്നാം. കാറ്റിലിളകുന്ന ദീപങ്ങളും നിറയുന്ന പറകളും പൂത്താലവും അഷ്ടമാംഗല്യവും ഭഗവാന് സമർപ്പിച്ച നിറഞ്ഞ ഭക്തിയോടെ തൊഴുതു നിൽക്കുന്ന ഭക്തർ. ഈ യാത്ര കേരളത്തിലെ പ്രധാനപ്പെട്ട മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ്. പാണ്ഡവരിൽ മൂന്നാമനായ അർജുനൻ പ്രതിഷ്ഠിച്ചതാണ് ഈ വിഗ്രഹമെന്നാണ് വിശ്വാസം. വനവാസകാലത്ത് പാണ്ഡവർ ചെങ്ങന്നൂരും പരിസരത്തുമായി വസിച്ചിരുന്നുവെന്നതും അജ്ഞാതവാസം ആരംഭിക്കുന്നതിന് മുൻപ് ഭൃഗു മഹർഷിയുടെ ഉപദേശപ്രകാരം പാണ്ഡവർ പൂജിച്ചിരുന്ന 5 വിഷ്ണു വിഗ്രഹങ്ങൾ 5 ഇടങ്ങളിലായി പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം. മധ്യ തിരുവിതാംകൂറിലെ ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി താലൂക്കുകളിലാണ് പാണ്ഡവ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. തൃച്ചിറ്റാറ്റ, തൃപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം എന്നിവയാണ് ഈ പാണ്ഡവ ക്ഷേത്രങ്ങൾ. ധർമ്മപുത്രർ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ എന്നതാണ് സങ്കല്പം. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് പുരാതനമായ പാർത്ഥസാരഥി ക്ഷേത്രം. ആറന്മുള, മുല്ലപ്പുഴശ്ശേരി എന്നീ 2 പഞ്ചായത്തുകളിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാര സദൃശ്യമായ ഗോപുരവാതിലിലെത്താൻ 18 പടികൾ. ആറന്മുളയിലെ ഈ കൽപ്പടികൾ പണ്ടേ പ്രസിദ്ധമാണ്. ഉത്സവകാലത്ത് ഒരു വിശേഷ ചടങ്ങിന് ഈ തൃപ്പടികൾ സാക്ഷ്യം വഹിക്കും. പഴക്കുലയുമായി എത്തുന്നവർ ഇതിൻ്റെ മുകളിലത്തെ പടിയിൽ കയറി നിൽക്കും. അവിടെ നിന്നുകൊണ്ട് കുലകൾ കുലുക്കും. അപ്പോൾ ഇറുന്നു വീഴുന്ന പഴങ്ങളെടുക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. അവർക്ക് ഇത് ഭഗവാൻ പാർത്ഥസാരഥിയുടെ പ്രസാദം. പഴക്കുലകൾ ഭക്തരുടെ ഇവിടുത്തെ വിശേഷ വഴിപാടാണ്. അകത്ത് മനോഹരമായ ആനക്കൊട്ടിൽ, മുൻപിൽ സ്വർണ്ണക്കൊടിമരം, ബലിക്കൽപ്പുഴയുടെ മച്ചിലും ശില്പങ്ങൾ, കത്തുന്ന 2 തൂക്കുവിളക്കുകൾ. വട്ടശ്രീകോവിലിൽ പാർത്ഥസാരഥി പ്രശോഭിക്കുന്നു. 6 അടിയോളം ഉയരമുള്ള വിഗ്രഹം. ശ്രീകൃഷ്ണൻ അർജുനന് വിശ്വരൂപം കാട്ടിക്കൊടുക്കുമ്പോഴുള്ള ഭാവം. ഇവിടുത്തെ പൂജകളിൽ പ്രധാനം ഉച്ചപൂജയാണ്. സകല ദേവീദേവന്മാരും ആ സമയം ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നും ആ സമയത്ത് ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും അനുഗ്രഹം ലഭിക്കുമെന്നും പറയപ്പെടുന്നു. ഉപ്പുമാങ്ങയും വഴുതനങ്ങ മെഴുക്കുപുരട്ടിയുമാണ് പ്രധാന നിവേദ്യം. ശാസ്താവ്, യക്ഷി, ഏറങ്കാവിൽ ഭഗവതി, നാഗരാജാവ്, ബലരാമൻ എന്നീ ഉപദേവതകൾ. തെക്കുഭാഗത്ത് പമ്പാ നദിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കയറാൻ 56 പടികൾ. പടികൾ അവസാനിക്കുന്നിടത്ത് താഴ്ചയിൽ ഉപദേവ പ്രതിഷ്ഠ. തിരുവാറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് അർജുനനാണ് എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ മൂലസ്ഥാനം നിലയ്ക്കൽ നാരായണപുരമായിരുന്നുവെന്നും അവിടെ നിന്നും 6 മുളകൾ ചേർത്ത് കെട്ടി വിഗ്രഹം ഇവിടേക്ക് കൊണ്ടുവന്നു എന്നുമാണ് പഴമ. വിളക്കുമാടം കൊട്ടാരം എന്ന സ്ഥലത്താണ് ഒരു ബാലനാൽ വിഗ്രഹം ആദ്യം എത്തിയതെന്നും പറയപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പമ്പയുടെ കിഴക്കേ അറ്റത്തുള്ള വനപ്രദേശത്ത് അധിവസിച്ചിരുന്ന ആളുകൾ പമ്പാ തീരത്ത് ഒരു ദിവ്യപ്രകാശം കാണുകയും അതിൻ്റെ പ്രഭ തേടിപ്പോയ അവർ അതിന് സമീപം
ദിവ്യ തേജസ്സുള്ള ഒരു ബാലകനെ കാണുകയും ചെയ്തു. അവിടെ എത്തിയവരോട് ആ ബാലൻ തനിക്ക് പടിഞ്ഞാറ് ലക്ഷ്യമായി യാത്ര ചെയ്യുവാൻ വഴി ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ കാട്ടിൽ നിന്നും 6 മുളകൾ ചേർത്ത ഒരു ചങ്ങാടമുണ്ടാക്കി. ബാലകൻ ആ ചങ്ങാടത്തിൽ കയറിയ മാത്രയിൽ തന്നെ അത് പടിഞ്ഞാറ് ദിശ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയും ചെയ്തു. നീണ്ട യാത്രയ്ക്കൊടുവിൽ പമ്പാ തീരത്ത് ഒരു വെളിച്ചം ദൃശ്യമായ സ്ഥലത്ത് ആ ചങ്ങാടം അടുക്കുകയും ബാലകൻ ആ വെളിച്ചം കണ്ട സ്ഥലത്തെ ഭവനത്തിലേക്ക് കയറുകയും ചെയ്തു. ആ ഭവനത്തിലുണ്ടായിരുന്ന മുത്തശ്ശി ആ ബാലകന് ആഹാരം നൽകി സൽക്കരിച്ചു യാത്രയാക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ഭഗവാൻ വിഷ്ണു 6 മുളകൾ ചേർത്ത് കെട്ടി എന്ന പുരാണ പരാമർശമാണ് ആറന്മുള എന്ന പേരിനുത്ഭവമെന്നും പറയപ്പെടുന്നു. ചിങ്ങമാസം അഷ്ടമി രോഹിണി മുതലാണ് ഇവിടെ വള്ളസദ്യ ആരംഭിക്കുന്നത്. സദ്യയ്ക്ക് വള്ളക്കാർ ചോദിക്കുന്നതിനനുസരിച്ചാണ് കറികൾ വിളമ്പുക. ചോദിക്കുന്നതെല്ലാം വിളമ്പണമെന്നാണ് ചട്ടം. 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുമ്പോൾ 20 വിഭവങ്ങൾ പാടി ചോദിക്കുന്ന മുറയ്ക്ക് വഴിപാടുകാരൻ ഇലയിൽ വിളമ്പുന്നു. വയ്പിലും വിളമ്പിലും വ്യത്യസ്തമായ രുചിപ്പെരുമ നേടിയതാണ് ആറന്മുള വള്ളസദ്യ. ശത്രുദോഷത്തിന് പരിഹാരമായാണ് കരക്കാർ ഇവിടെ വള്ളസദ്യ നടത്തുന്നത്. ആറന്മുളയിൽ വള്ളസദ്യ നേർന്നാൽ നടക്കാത്ത കാര്യമില്ല എന്നാണ് വിശ്വാസം. പ്രധാന വഴിപാടായ വള്ളസദ്യ ഉണ്ണുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ണുന്നവർക്കും സദ്യ നടത്തുന്നവർക്കും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ഉത്രട്ടാതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനം. തിരുവോണം കഴിഞ്ഞ ഉത്രട്ടാതി നാളിലാണ് വള്ളം കളി നടക്കുന്നത്. തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ഉത്രട്ടാതി വള്ളംകളിയും വഞ്ചിപ്പാട്ടും ഏറെ പ്രസിദ്ധമാണ്. പള്ളിയുടെ സേവാസംഘങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നാണ് വള്ളസദ്യ ഭക്തർക്കായി ഒരുക്കുന്നത്. പമ്പാ നദിയിലെ മത്സ്യങ്ങൾ ആറന്മുള ഭഗവാന്റെ തിരുമക്കളായാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രക്കടവിൽ ധാരാളമായുള്ള ഇവയെ ആരും പിടിക്കാറില്ല. ഭക്തജനങ്ങൾ മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വഴിപാടുമുണ്ട്. തേങ്ങ ചിരുകിയതും അരിയും ചേർത്ത് വെള്ളത്തിലിട്ട് കൊടുക്കുന്ന ഈ വഴിപാട് സ്ത്രീകളാണ് അധികവും ചെയ്തു വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുമ്പോൾ കൂടുതൽ പാൽ കിട്ടുന്നതിനാണ് ഈ വഴിപാട്. ഇതിനായി അവർ മഞ്ചാടിക്കുഴു നടക്കിൽ വയ്ക്കുന്ന മറ്റൊരു വഴിപാടും നടത്താറുണ്ട്. ആറന്മുളയൂട്ട് എന്ന ചടങ്ങ് അമ്പലപ്പുഴയിൽ പണ്ടു മുതലേയുള്ള വഴിപാടാണ്. ഭക്തർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഭഗവാൻ ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതിലേറെ ഇഷ്ടവും. വഴിപാട് നടത്തുന്നവർ അവർക്ക് കുളിക്കുവാൻ എണ്ണയും ഇഞ്ചയും നൽകും. ആറ്റിൽ കുളിച്ചു വരുമ്പോൾ അവർക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി നൽകും. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും കുട്ടികളുടെ രോഗനിവാരണത്തിനുമായാണ് ഈ വഴിപാട് പ്രധാനമായും നടത്തുന്നത്. കുട്ടികളുടെ സദ്യ പോലെ തന്നെ കളികളിലും ദേവന് പ്രിയമേറെയാണ്. കുട്ടികൾ പിറക്കിക്കൊണ്ടുവരുന്ന കമുകിൻ്റെ ഉണങ്ങിയ ഓലകൾ കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പള്ളിവേട്ടക്കടവിൽ കമ്പക്കാലുകൾ നാട്ടി അതിൽ ഓലകൾ കെട്ടിത്തൂക്കും. പിന്നീട് അത് കത്തിക്കും. ഖാണ്ഡവ വനത്തിലെ ദഹനത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ കമ്പക്കെട്ട. പുരാതന കാലത്ത് വഴിപാടുകളുടെ കൂട്ടത്തിൽ തിളക്കമുള്ള ഒരു മകുടം നടക്കി വയ്ക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഇതുണ്ടാക്കി വന്നിരുന്ന ശില്പികളുടെ വൈവിധ്യമാണ് പിൽക്കാലത്ത് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണത്തിൽ കൊണ്ടെത്തിച്ചത്. ആറന്മുള വള്ളംകളി വിശ്വപ്രശസ്തിയാർജിച്ചതാണ്. ഇത് ഉത്രട്ടാതി ജലോത്സവം എന്നും അറിയപ്പെടുന്നു. ഉത്രട്ടാതി തിരുവാറന്മുള ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനമാണ്. കരക്കാരുടെ നേതൃത്വത്തിലാണ് വള്ളം കളി നടക്കുന്നത്. ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ രൂപത്തിലാണ് വിഗ്രഹമെങ്കിലും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ്റെ തേരാളിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സങ്കല്പമാണ് ഇവിടത്തേത്. വിഗ്രഹത്തിന് 6 അടി ഉയരമുണ്ട്. കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രത്തിന് 4 ഗോപുരങ്ങൾ. കിഴക്കേ ഗോപുരത്തിന് 18 പടികളാണുള്ളത്. 4 വശത്തും പ്രവേശന കവാടമുണ്ട്. കവാടങ്ങളിലെ ഗോപുരങ്ങളിൽ 4 മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നു എന്നാണ് വിശ്വാസം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ വൃശ്ചികം 1 മുതൽ ഓരോ ദിവസവും ഓരോ അവതാര രൂപത്തിൽ കളഭം ചാർത്ത് നടന്നു വരുന്നു. ഗണപതി, അയ്യപ്പൻ, ശിവൻ, ഭഗവതി, നാഗങ്ങൾ എന്നിവരാണ് ഉപദേവതകൾ.
മകരമാസത്തിലാണ് ആറന്മുള ക്ഷേത്രത്തിലെ ഉത്സവം. അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ തീരുന്ന 10 ദിവസത്തെ ചടങ്ങുകളിൽ പ്രധാനം 5-ാം നാൾ നടത്തുന്ന ഗരുഡവാഹനം എഴുന്നള്ളിപ്പാണ്. വൃശ്ചികം 1 മുതൽ ദശാവതാര ചാർത്ത് എന്നറിയപ്പെടുന്ന കളഭച്ചാർത്ത് നടന്നു വരുന്നു. രാവിലെ 4 മണി മുതൽ 11:30 വരെയും വൈകിട്ട് 5 മുതൽ 8 മണി വരെയുമാണ് പൊതുവെ ദർശന സമയം.